2022 ജൂണിൽ നടപ്പിലാക്കിയ അഗ്നിപഥ് പദ്ധതിയുടെ ഭാഗമായാണ് അഗ്നിവീറുകളെ വിവിധ സേനാ വിഭാഗങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്തത്. പദ്ധതിക്കെതിരെ അന്നു തന്നെ വലിയ വിമർശനം ഉയർന്നിരുന്നു. സൈന്യത്തിന്റെ മനോബലം തകർക്കുന്ന പദ്ധതി എന്നായിരുന്നു ഏറ്റവും അധികം ഉയർന്ന വിമർശനം. ഇതുവരെ 2 ബാച്ചുകളിലായി 40,000 അഗ്നിവീറുകൾ പരിശീലനം പൂർത്തിയാക്കി കഴിഞ്ഞു. നവംബർ 2023 മൂന്നാം ബാച്ചിലെ 20,000 അഗ്നിവീറുകളുടെ പരിശീലനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടയിലാണ് സൈന്യത്തിൽ ആഭ്യന്തര സർവേ എന്ന റിപ്പോർട്ടുകൾ എത്തുന്നത്. നിയമനങ്ങളെ വിലയിരുത്തി പദ്ധതിയിൽ ആഭ്യന്തര അഭിപ്രായം തേടി അടുത്ത സർക്കാരിനോട് മാറ്റങ്ങൾ നിർദ്ദേശിക്കാനുള്ള സാധ്യതകൾ സേന തേടിയേക്കും. പദ്ധതിക്കെതിരെ പ്രതിപക്ഷ പാർട്ടികളിൽ എതിർപ്പ് തുടരുന്നതിനിടെയാണ് നീക്കം. ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ അഗ്നിപഥ് പദ്ധതി നിർത്തലാക്കുമെന്ന പ്രഖ്യാപനവുമുണ്ട്. അതേസമയം പ്രചാരണ വേളയിൽ അഗ്നിപഥ് പരാമർശങ്ങളിൽ നിയന്ത്രണം വേണമെന്ന് കോൺഗ്രസിന് അയച്ച നോട്ടീസിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരുന്നു. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.